തകർക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു ഭാരതത്തിന്റെ കെട്ടുറപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദി സാഹിബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു അൽ കേരളം എന്ന ചാനലിൻ്റെ ലൈവിലേക്ക് ഞാൻ മുന്നോട്ട് വരികയാണ്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കരുത്ത് നൽകിക്കൊണ്ടാണ് പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു വാക്കുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നരേന്ദ്രമോദി സാഹിബിനെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ആ ഒരു മുഹൂർത്തങ്ങളിൽ അത് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പതിച്ചു, ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുളിരുകോരുന്ന രൂപത്തിലാണ് പിന്നീടുണ്ടായിരുന്ന കേന്ദ്രത്തിലിരുന്നിരുന്ന ആ ഒരു മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും നരേന്ദ്രമോദിക്ക് ആ ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നത്. ഇപ്പോ ചരിത്ര നിമിഷം പുതിയ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റ് രാജ്യത്തിന് സമർപ്പിച്ച് പ്രതിരോധ മന്ത്രി. അപ്പോൾ ഇത്രയും നാളും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സമാധാനത്തിന് വാങ്ങിച്ചു വെച്ചതും നിർമ്മിച്ചു വെച്ചതുമായിട്ടുള്ള ആ ഒരു യുദ്ധക്കോപ്പുകളൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് അതിന്റെ ഉപയോഗ ആ ഒരു സംഭവങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഇന്ത്യയുടെ ആ ഒരു കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് പല സമയങ്ങളിലും പല ആളുകളും നമ്മുടെ രാജ്യത്ത് ഇപ്പറയുന്ന ബ്രഹ്മോസ് പോലെയുള്ള റഫേൽ പോലെയുള്ള വിമാനങ്ങളൊക്കെ വാങ്ങിച്ചതിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആ ഒരു വാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നരേന്ദ്രമോദി സാഹിബിന്. അപ്പോ റഫേലിന് അത്ര വിലയാണ്, ഇത്ര വില കൊടുത്ത് എന്തിനു വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളൊക്കെ അന്ന് കൂവി വിളിച്ചത് ഇന്ന് രാജ്യത്തിന്റെ ആ ഒരു കെട്ടുറപ്പിന് വേണ്ടി, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ റഫേൽ എന്ന് പറയുന്ന ആ ഒരു യുദ്ധവിമാനമൊക്കെ ഉപയോഗിച്ച് അതിന്റെ ഉപയോഗം എത്രമാത്രം കാഠിന്യമാണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അവിടെ ബ്രഹ്മോസ് നമ്മുടെ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മോസ് ഉപയോഗിച്ചതിന്റെ ആ ഒരു അവശിഷ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും കണ്ടു എന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ സ്ഥലത്തിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ 300 കോടി രൂപ ചിലവിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് പുതിയ യൂണിറ്റ് സജ്ജമായിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്തുറ്റ പുതിയ വകഭേദമായ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ ഈ യൂണിറ്റിൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഇപ്പോ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യം ആ ഒരു ഭീകരന്മാരെ വധിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭീകരവാദികളുടെ ആസ്ഥാനത്ത് തന്നെ ആ ഒരു മിസൈൽ വർഷിച്ചപ്പോൾ അത് പാകിസ്ഥാൻ അത് ഏറ്റെടുത്ത പോലെ അവരുടെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഭീകര മുഖം ലോക ജനങ്ങൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ബ്രഹ്മോസ് മിസൈലുകളുടെ പുതിയ യൂണിറ്റ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിനും ഉത്തർപ്രദേശിനും ഇന്ന് ചരിത്ര നിമിഷമാണെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞു. ഉദ്ഘാടനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും
നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമായതിനാൽ നേരിട്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു വിഷമവും പങ്കിടുന്നുണ്ട്. അതിനാലാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നടത്തിയതെന്നും പുതിയ ബ്രഹ്മോസ് യൂണിറ്റ് സൈന്യത്തിന്റെ കരുത്ത് കൂട്ടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പൊ ബ്രഹ്മോസ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യയിൽ പ്രതിവർഷം 100 കണക്കിന് മിസൈലുകൾ നിർമ്മിക്കണമെന്നുള്ള ആ ഒരു പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു നിലപാട്, അതിനെ നമ്മൾ സ്വാഗതാർഹം. നമ്മുടെ ഇന്ത്യയുടെ ഓരോ ജനങ്ങൾക്കും അഭിമാന ദിനമാണിന്ന്. അപ്പൊ ബ്രഹ്മോസ് എന്ന് പറയുന്ന ആ മിസൈൽ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭയാനകരമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു കുതിപ്പ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങൾക്കും മുട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഇത്രയും ദിവസം പഹൽഗാമിന്റെ ആ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം ആ ഒരു യുദ്ധം പുറപ്പെടുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ രഹസ്യമായിട്ട് ഇന്ത്യയുടെ ആ ഒരു കുതിപ്പ് അതിനെ രഹസ്യമായി കൊണ്ടു നടന്ന നരേന്ദ്രമോദി പല ഉദ്ഘാടന വേദിയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു കാര്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു സെറ്റപ്പിലും നരേന്ദ്രമോദിയുടെ ആ ഒരു കാര്യങ്ങൾ വളരെ കൃത്യമായി ഭംഗിയായി ചിലവഴിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നരേന്ദ്രമോദിയുടെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എത്ര സമയം നമുക്ക് ചിലവഴിക്കാൻ കഴിയും? നമ്മുടെ വീട്ടിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തു പോകുന്നില്ല. ഇങ്ങനെ ഓരോ സമയങ്ങളും നമ്മൾ വീടിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് സമയമില്ല. പുറത്തു പോയി കൂട്ടുകാരോടൊത്ത് കുറച്ചു നേരം ചിലവഴിക്കണം. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പോകണം. മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ആ പണം കണ്ടെത്തണം. ഇങ്ങനെ എത്രയോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് 1971 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഏത് രൂപത്തിലാണോ പാകിസ്ഥാനെ അടിച്ചമർത്തിയത് അതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങിലാണ് നരേന്ദ്രമോദിയുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമാണ്. ഇപ്പോ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു പ്രവർത്തനത്തിനെ താരതമ്യപ്പെടുത്താനൊന്നും ഇത് കഴിയില്ല, ഇന്ദിരാഗാന്ധി അത് വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. പക്ഷേ എനിക്കും മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ശശി തരൂർ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു നിലപാടിനെ അതിനെ വളരെ സ്വാഗതാർഹം കണ്ടത്. ഇപ്പോ ഈ രാജ്യം ആ ഒരു യുദ്ധങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു പോറൽ പോലും സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ആ ഒരു യുദ്ധം നല്ലൊരു തീരുമാനത്തിലൂടെ അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് നരേന്ദ്രമോദി ഒന്നും എത്താനായിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇന്ന് രാജ്യം കണ്ടതിൽ വെച്ച് ഒരു രാജ്യത്തിന്റെ ആ ഒരു പ്രതിഷേധം എത്രമാത്രം അത് അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ, ഈ രാജ്യത്തിന്റെ കരുത്ത് എങ്ങനെയാണ് എന്ന് ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയിലൂടെയാണ്. അതാരും മറക്കരുത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തൊന്നും ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ അക്കാലത്ത് പാകിസ്ഥാന്റെ കയ്യിലും ഈ പറയുന്നത് പോലെ വലിയ ആ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടി ആ ഒരു ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ആണവായുധ മിസൈൽ പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. തുടക്കത്തിൽ തന്നെ പറഞ്ഞ് അവസാനം ഇന്ത്യ കയറി അടിച്ച് ഭീകരന്മാരുടെ ആസ്ഥാനം നോക്കി കലക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്?
അതിനുശേഷവും ഇന്ത്യയെ പ്രകോപിപ്പിച്ചു. അവരുടെ ലക്ഷ്യം പണമായിരുന്നു. അവരുടെ ലക്ഷ്യം പണമാണ്. കാരണം രാജ്യത്തിന്റെ നാശനഷ്ടങ്ങൾ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി IMF നിന്നും പണം വായ്പയെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിച്ച തന്ത്രമായിരുന്നു ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നുള്ളത്. അത് കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ്.